Guys, welcome to another gaming video in SN Gaming. അപ്പോൾ നമ്മൾ വീണ്ടും കളിക്കാൻ പോകുന്ന ബ്ലോക്ക് ഷൂട്ടാണ് ഗൈസ്. മെയിൻലി ഞാൻ ബ്ലോക്ക് ഷൂട്ട് തന്നെ കളിക്കാറില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ വേറെ വീഡിയോസ് ഇടാറ് പോലും ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ എൻ്റെ ലെവലപ്പ് ഞാൻ നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. ഒരു 400 ആവാറായി. പുതിയ ഗണ്ണും കിട്ടി കാറ്റും ആവശ്യത്തിനാക്കിയിട്ടുണ്ട്. എനിക്ക് മറ്റേ ഐലൻഡിൽ പോകണം ഗൈസ്. പക്ഷെ അപ്പുറം സ്കൈലൻഡിൽ പോയിട്ട് എനിക്ക് ഒബ്സർവേഷൻ ഹാക്ക് എടുക്കണം അതിലാണ്. അപ്പോൾ ഞാൻ അണ്ടർ വാട്ടർ സെറ്റിയായി. ഇനി എൻ്റെ ലെവലപ്പ് എൻ്റെ ഒരു 9 ലെവലും കൂടെ ആയാൽ എൻ്റെ മറ്റേ ഫിഷ്മാൻ ആയിരിക്കും എൻ്റെ അടുത്ത ക്വസ്റ്റ്. കറൻ്റ് പറയുകയാണെങ്കിൽ NPCസിന് എനിക്ക് കുറേ ഗ്ലിച്ച് വരാറുണ്ട്. എസ്പെഷ്യലി ഉണ്ടായിരുന്നു. വെറുതെ ബാക്കപ്പ് ചെയ്തു കുഴപ്പമില്ല. മാജിക് ഷൂട്ടിങ് ചെയ്യാം. പ്രശ്നമുള്ളൂ ഈ മാജിക് സിറ്റിയിൽ എല്ലാ NPCസും കൂടെ ഗ്യാദർ ആകും. വാട്ടർ വാക്കിംഗ് എല്ലാ NPCസും അവിടെ കിടന്ന് 2 മിനിറ്റ് തിരക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഏതോ PvPക്ക് വന്നല്ലോ. അവിടെ ആരാടവൻ?
ഇവനാരാടാ? ചുമ്മാ ഗൈസ്, ഞാൻ ഇത്ര നേരം കൊല്ലാറാക്കി എല്ലാത്തിനും അവൻ കൊന്നു ഗൈസ്. ഇതാണ് ചുമ്മാ ശല്യം ചെയ്യുക. ഇവനെന്റെ ഇവനും എൻ്റെ. ഒബ്സർവേഷൻ ആക്കി ഇട്ടിട്ട് വേണം അല്ലേ ഒബ്സർവേഷൻ ആക്കി. ഞാൻ എങ്ങോട്ടാണോ പോയത്? പേടിക്കണം, വെള്ളത്തിൽ വീണൊന്നും പറ്റില്ല. വാട്ടർ സിറ്റി. എനിക്ക് എൻ്റെ ഫ്ലാഷ് ടപ്പ് യൂസ് ചെയ്ത് ഇങ്ങോട്ടേക്കൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരുമെന്ന്. ദൈവമേ, ഞാൻ എവിടെയൊക്കെയാണോ പെട്ടിരിക്കുന്നത്? എല്ലാ ദിവസം എനിക്ക് കയറാൻ പറ്റാത്തതിൻ്റെ തൊട്ട് ഗൈസ് ഞാൻ പുറത്തുണ്ടെങ്കിലാണല്ലോ ലോക്കായി പോയാവോ. ഒരു രസമാണ് ഗൈസ് ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ. ഇതെന്താ കഷ്ടമാണ് റീസ്പോൺ ആവേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. റീസ്പോൺ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. വേണ്ട, റീസെറ്റ് എന്ന് പറയാൻ എനിക്ക് പേടിയാ. എല്ലാം പറ്റുമോ എങ്ങോട്ട് എന്തെങ്കിലും ഞാൻ വേറെ സെർവറിലോട്ട് ഓപ്പി തന്നെ ഇരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ ഇതിൻ്റെ മേളിന്നല്ലേ ഇത് എനിക്ക് തെറിച്ചു വന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഗായ്സ് ഞാൻ പെട്ടോന്ന് എനിക്ക് തോന്നുന്നു. ചേടാ അവിടെ എനിക്ക് അങ്ങോട്ട് പോകണം. റീസെറ്റ് ചെയ്ത് വല്ലതും പറ്റുമോ? ക്യാൻ യു കിൽ മീ എന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ല നിക്ക് മാജിക് സിറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ടെലിപ്പോർട്ടായി. മാജിക് അകത്തോട്ട് കയറി കഴിച്ചു. ഞാൻ ഒന്നിനും ടെസ്റ്റ് ചെയ്യില്ല. അകത്തോട്ട് റീസെറ്റ് അടിക്കണ്ടേ വന്നിട്ട് ഞാനൊരു കളിക്ക് വിചാരിക്കുക. ഞാനോട് നമുക്ക് ഇവനെ കൊല്ലാം. പേരെന്തായിരുന്നു? ലോഡിനെ കൊന്നു. ഞാൻ നേരത്തെ ലോഡിനെ കൊന്നാണ്, പക്ഷെ എനിക്ക് അതിൽ ഫോൺ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്. ഈ ഗെയിമിൻ്റെ അകത്തൊരു ഗ്ലിച്ച് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാവേ.
നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മളൊരു 45 യൂസ് ചെയ്തൊരു ഗോൾ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും അതിൻ്റെ പുറത്തോട്ട് വരാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ എന്ത് കാണിച്ചാലും ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ മേളിൽ ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, നമുക്കിത് പുറത്തോട്ട് വരാൻ പറ്റില്ല. ഇനി പുറത്തോട്ട് വരണമെങ്കിൽ ഒരു സ്ലാഷ് ടപ്പ് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ പുറത്തോട്ട് കാണിക്കുവാണെങ്കിൽ പല ആൾക്കാരും വിചാരിക്കും പുറത്തോട്ട് വരാൻ പറ്റില്ല എന്ന്. ഇതുണ്ടോ, ഫ്ലാഷ് ടപ്പ് യൂസ് ചെയ്താൽ നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റും ബോക്സിൻ്റെ അകത്തുനിന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് ഗ്ലിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഡെഡ്ലി റഷ് ഉണ്ടല്ലോ, ഡെഡ്ലി റഷ് ചിലപ്പോൾ അത് നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഡെഡ്ലി റഷ് യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫ്ലാഷ് ടപ്പ് പോലെ അതിലേക്ക് വന്നു. ഒരു വശം ചെയ്തേക്കണം. അത് എത്രയും നാൾ ചെയ്തതിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഡെഡ്ലി റഷ് യൂസ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ പോയിക്കൊണ്ട് ചെയ്യാൻ പാടില്ല, അല്ലാതെ ചുമ്മാ ഒരു സ്ഥലത്ത് നിന്നോണ്ടിരുന്ന് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ വാക്ക് ചെയ്യാൻ പാടില്ല. ഫ്ലാഷ് ടപ്പ് പോലും നമുക്ക് അതിൻ്റെ അകത്ത് കൂടെ പോകാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വന്ന കാര്യം. വേറെ ഒന്നും കാണിക്കാനില്ല. ഇതിനെ നമുക്ക് പൊട്ടിക്കാന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ല, ഒന്നും നടക്കില്ല. മാജിക് സെറ്റ് ഇവിടെ വെച്ച് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ലെവലപ്പ് ഈ അണ്ടർ വാട്ടർ സിറ്റീൻ്റെ അകത്ത് വാട്ടർ കുംഫുള്ള കാര്യം, വാട്ടർ കുംഫു വലിയ കാര്യമില്ല. വാട്ടർ കുംഫുവിൻ്റെ കാര്യം ഞാൻ എൻ്റെ ക്യാഷ് സേവ് ചെയ്ത് ഇനി എനിക്ക് വേണം കാശ്. വാട്ടർ കുംഫുവിൻ്റെ ആളിപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും അതിപ്പോൾ എവിടെയാണ്. ഞാൻ എവിടെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. വാട്ടർ കുംഫുവിൻ്റെ ആൾ ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ ഫിഷ്മാൻ കമാൻഡ് ഇല്ലേ, പുള്ളീൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലണം. ഫിഷ്മാൻ കമാൻഡോസിൻ്റെ ആൾക്കാർ ഇവിടെ അല്ലേ? ഇല്ല, അതെ ഇവിടെ കൂടെ പോകുമ്പോഴോ ഫിഷ്മാൻ കമാൻഡോൻ്റെ ആൾക്കാർ അല്ല, അവരപ്പുറത്തോ. അപ്പോൾ ഈ വഴി കൂടെ പോകുമ്പോണ്ടല്ലോ ഈ ഡോറ് കാണുന്നുണ്ടല്ലോ, ഇതിൽ കൂടെ പോകണ്ട. ഇത് തൊട്ട് സൈഡിൽ കൂടി ഈ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൂടെ പോവുക. വാട്ടർ കുംഫു ടീച്ചറുണ്ട്. ഒബ്സർവേഷൻ ഹാക്കിൻ്റെ അതേ ക്യാഷ് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്ന. കുംഫു ടീച്ചർ PVP ഉണ്ട്. ഇവിടെ ഒരുത്തൻ്റെ ഐസ് ഉണ്ട്. ശരിക്കും ഡൗട്ട് മറ്റേ ഇതിനെ കൊണ്ടിരിക്കുകയാണോ? ഓക്കെ, ആ ബോക്സിൻ്റെ അടിപൊളി. ഇവിടെ വരെ വരാൻ പറ്റില്ല. പുറത്തോട്ട് പോകില്ലേ? അയ്യോ, ഞാൻ പുറത്തോട്ട് പോയില്ല. ഈ നമ്മുടെ മറ്റേ ഇതിൻ്റെ പേരെന്തായിരുന്നു? ഈ ഫിഷ്മാൻ ലോഡ് ഉണ്ടല്ലോ ഗൈസ്, ഞാൻ നേരത്തെ പ്രാവശ്യം കൊല്ലിൻ്റെ ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് ലൈഫ് തീരാറായപ്പോഴത്തേക്കും കൊണ്ട് പുള്ളി FPC ഇവിടെ ഒന്ന് ഇറക്കി വരുന്നു. ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്കും കൊണ്ട് പുള്ളി ഫിഷ്മാൻ ലോഡായിരുന്നു അത് ആക്ച്വലി.
അവൻ ചുമ്മാ നമ്മുടെ അടുത്ത് വന്ന് മണി ഒപ്പിച്ചു. ഇനി നമുക്ക് അവനെ പോലെ പണി എടുക്കാം. ഞാൻ പട്ടെടുക്കാൻ പോവാ. ഗെയിമിങ്ങിൻ്റെ പുസ്തകം കളി അയ്യോ ഞാൻ ടി വിക്ക് നോക്കിയില്ല. നിൽക്കുക ഒരു മിനിറ്റ്. അങ്ങനെ പോട്ടെ. അതേയിരിക്കുന്നു ഞാൻ പോയി കൊല്ലുന്നു. പുള്ളി 2 പ്രാവശ്യം വന്ന് നോക്കിയാൽ ഞാനിതിന് കാര്യമില്ല. ഞാൻ തീർക്കാൻ പോവുക. ഇനി എന്ത് വന്നാലും ശരിയാവും. എനിക്ക് ബൗണ്ടി ആയിട്ട് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ വിചാരിക്കും അവിടെ നിന്ന് അവൻ്റെ മുമ്പിൽ ഞാൻ എനേബിൾ നിന്നാണ് വിചാരിക്കും. അതന്നെ അത്രേ ഉള്ളൂ. ഷടാ ഞാൻ അവൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങി വരാൻ പോവാം. അപ്പം വിചാരിക്കും ഞാൻ എവിടെയാണ്. അയ്യോ PvP എനേബിൾ ചെയ്യാൻ പോവാ. ഇവൻ്റെ കയ്യുണ്ടോ മിനിമം ഇതിന് ഒബ്സർവേഷൻ ഒക്കെ അയ്യോ ഇത് വാട്ടർ പ്രൂഫോ എനിക്ക് വന്നത് ഇലക്ട്രിസിറ്റിയോ എന്താണ് കഴിച്ചത്? എന്താ ബ്രേക്ക് ഡാൻസ്? വാട്ടർ പ്രൂഫ് തന്നെയാണോ? അതേ അല്ല. ഗ്രൈൻഡൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. പാവെല്ലാം വിചാരിച്ച് നമ്മളത്തെ ഗ്രൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. ഞാനറിയാതെ തന്നെ ഞാൻ ഗ്രൈൻഡൊക്കെ ചെയ്ത് മടുത്തു വെച്ച് എനിക്കൊരു PvP പോയേക്കാം. ഗ്രൈൻഡ് ചെയ്യാറുണ്ടെങ്കിൽ തൊട്ട് പുറകെ നിൽക്കുക. അന്ന് വിചാരിക്കുന്ന ഞാൻ അത്രയും വലിയ പൊട്ടനാണ്. അത് തന്നെ അവനെൻ്റെ കൈ കിട്ടട്ടെ. അങ്ങനെ തന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ സ്ഥലം മാറ്റുക കേട്ടോ. എനിക്ക് പേടിച്ചിട്ടില്ല ഞാനിവിടെ എനിക്ക് വയ്യ. ഇനി ഇവിടെ ശരിയായും വരും. ഇനി ഇവിടെ കൂടെ ഇനി വരും.
വെറുതെ ഫൺ അവൻ ചെയ്ത് വെച്ചില്ല. നമ്മൾ ഇത്രയേ ഉള്ളൂ. പതിനത് അന്വേഷിച്ചിട്ട് ഇവിടെ വരും. അപ്പോൾ അവനെന്ത് ചെയ്യും? ഹെൽപ്പാണ് അല്ല ഞാൻ ഇവനെ ഹെൽപ്പ് ചെയ്യുന്ന ഇവനെൻ്റെ ഫ്രണ്ടിൻ്റെ ത്രൂവിലോട്ട് പോയി ഗൈസ്. എൻ്റെ കഴിഞ്ഞ ദിവസം അവൻ എൻ്റെ അത്ര ലെവലുണ്ടായിരുന്നു. അവൻ ഇത്ര പറഞ്ഞ് ഗ്രൈൻഡ് ചെയ്യുമോ? എനേബിൾ എന്ന് പറയട്ടെ അവനോട്. അവൻ എനേബിൾ PvP എന്ന് പറയുന്നത്. എന്തൊക്കെ ഞാൻ എഴുതുന്നത്? PvP ചെയ്യോ 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 സ്ക്രീനിലോട്ട് വരാൻ പോവാ. നമുക്കിത്ര ഡാമേജും കൂടെ കൊടുത്തിട്ട് ഞാനാണെങ്കിൽ കൊല്ലുമ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതും കൂടി കിട്ടിക്കൊള്ളുമല്ലോ. ഏത് വഴിയിലോട്ട് പോകണം ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഡാമേജ് ആയിട്ട് കൊടുത്തോളൂ. ഇതിനോട് ഇത്ര നമ്മൾ ഇത്ര നേരം അറ്റാക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതേ വന്നു വേഗം പോയി അറ്റാക്ക് ചെയ്യട്ടെ. എടാ പിന്നെ മോന്തണ്ടാ അതേ പോയി. മറ്റവൻ പോയി. എൻ്റെ പേരെന്തായാലും മറന്നുപോയി. ഗ്രാൻഡ് റൺ നമ്മുടെ ലൈഫിലുള്ള സമയത്തൊക്കെ സ്റ്റേഷനിലോട്ട് പോകാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് എക്സെപ്റ്റ് ആയിട്ടുണ്ട്. പുതിയ ഫ്രണ്ടായി. അവിടെ അവൻ്റെ എക്സെപ്റ്റ് ആയില്ല. ഫുൾക്കിറ്റിന് എക്സെപ്റ്റ് ആയില്ല. അവിടെ അവനോട് വേഗം കുത്തിരിക്കാൻ പറഞ്ഞോട്. ഞാൻ ഇത്രയും ഡാമേജ് എടുത്ത് കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ലൈഫ് പോകണമെന്നല്ലേ ഞാൻ വിടും. എൻ്റെ ലൈഫ് ഇതിൽ പോകും. എടാ സോഡ് കിട്ടുന്നില്ല. അവന് കൊണ്ടിട്ട് 10,000 നമുക്ക് പറ്റും. ഇത് കിട്ടി ബൗണ്ടി ആവശ്യത്തിനോട്ട്. ഒയ്യോ പുള്ളി PvP അൺലോക്ക് ഇതൊരു ചാവണ്ടായിരുന്നു. അപ്പം അവൻ എനിക്കൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പുള്ളി ഒരു സാധനമായിട്ട് അവൻ പുള്ളി ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടായിട്ട് എനിക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല. പുറകിലൂടെ ഇരിക്കാതെ കാണില്ല നമ്മളിനി. അവിടെ നിന്ന് പോയാ അവനവിടെ ഇരിക്കുക. ശരിക്കും അവിടെ ഞാൻ പറയട്ടെ, ഇവൻ കണ്ടോ ഈ വിക്കി പയ്യ ഉണ്ടല്ലോ, വിക്കി പയ്യാണെങ്കിൽ പുള്ളി കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ കൂടെ എന്താ കഴിഞ്ഞ ദിവസം എന്താ മാഗ്മ വില്ലേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്.
പുള്ളീൻ്റെ ലൈറ്റ് ഫ്രൂട്ട് ഭയങ്കര. ഞാൻ രാവിലെ 8 മണിക്ക് കഴിച്ച് നമ്മൾ മറ്റേ വീഡിയോ ഒന്നും എടുക്കുന്ന സമയത്ത് അല്ല കളിക്കുന്ന സമയത്ത് ഞാൻ ഗെയിം കളിക്കുന്ന ഞാൻ രാവിലെ ഒന്ന് കളിക്കുന്ന സമയത്ത് പുള്ളി കണ്ടാണേ. എന്നിട്ട് വൈകുന്നേരം നോക്കിയപ്പോൾ അവിടെ പുള്ളി ഉണ്ട്. എന്നിട്ട് അപ്പം നോക്കുമ്പോൾ പുള്ളീൻ്റെ ലെവൽ 400 ആക്കി പുള്ളി ഫാസ്റ്റ് ഗ്രൈൻഡർ അങ്ങനത്തെ ഒരാളാണ് പുള്ളി. പിന്നെ ഇവന്മാർ ലൈറ്റ് അവിടെ അവനെ ഞാൻ ലൈറ്റ് പോയി ഇരിക്കുന്നത് പിന്നെയോ വേണ്ടോന്ന് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഈ ക്രിയേഷന് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് തിന്നാം. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക ഞാൻ ഏതാ തിന്നേണ്ടതെന്ന്. അത് തിന്നണം വേണ്ടതെന്ന് പറയാം. പിന്നെ എൻ്റെ ഇപ്പോൾ ഒരു ഫിഷ് കിട്ടി. ഫിഷ് മാൻ പോയി എന്നൊക്കെ ഒന്നിപ്പോൾ കിട്ടിയതാ. അവൻ ഞാൻ അവനെ കൈ പിടിച്ചപ്പോൾ അവൻ്റെ ഫീൽ എന്തായാലും ചോദിച്ചു നോക്കാം. എനേബിൾ ചെയ്യാൻ പറയട്ടെ. എനേബിൾ ഞാൻ ഗ്രൈൻഡൊക്കെ ചെയ്ത് വെച്ചു. ഇത് നല്ലപോലെ മറ്റേ പിന്നെ ഗ്രൈൻഡർ പക്ഷെ ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. കൊല്ലം ചെയ്യൂലേ മേളിൽ അവിടെ ഒന്ന് ചെയ്യാനാന്ന് തോന്നുന്നു. ഒന്നും ചെയ്തിട്ടില്ല. ശിവൻ ഗൈസ് ലാസ്റ്റ് ഗ്രൈൻഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഗ്രൈൻഡിങ്ങിനോട്ട് പോകാം ഗൈസ്. നമ്മുടെ ലാസ്റ്റ് ഗ്രൈൻഡ് ഈ ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. വിശ്വസിക്കുന്നു. ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞേക്കാം. 3 ഞാനിപ്പോൾ എവിടെയൊക്കെ ടെലിപ്പോർട്ടായി വന്നു കേട്ടോ. എനിക്ക് മാജിക് സിറ്റിയിൽ തന്നെ കത്താൻ പറഞ്ഞിട്ട് കിട്ടാം. എൻ്റെ എൻപിസിനെ കൂട്ടിക്കൊല്ലുന്നില്ല. അതെൻ്റെ അവനാണ് തീർച്ചയായിട്ടും. ഇവനെന്താടാ മറ്റേ എനിക്ക് തോന്നിയത് മറ്റേ ഇത് പുള്ളിയാണോ മറ്റേ എന്തായിരുന്നു അതിൻ്റെ പേരെന്താ ഞാൻ മറന്നുപോയി. എന്നെ ഒത്തിരി പേരതെ ശരി ചെയ്തുകൊണ്ട് പുള്ളി കൊണ്ടിരിക്കുകയാണ് കഴിച്ചത്. അതാണ് പരിപാടി എല്ലാത്തിൻ്റെ അതെ. കറക്റ്റായിട്ട് ഞാൻ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അത് പറയുന്നത് മറ്റേ ഈ ബുള്ളിങ് എന്നൊക്കെ പറയാനുള്ളത് ഈ ഗെയിമിലൊക്കെ നേരത്തെ ഒരു ബുള്ളീസിൻ്റെ ഗെയിമായിരുന്നു. നമ്മൾ പണ്ട് നമ്മളെപ്പോലെ നമ്മളെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ ആദ്യം അവൻ എന്നെക്കാട്ടും 12 ലെവൽ കുറവാടാ. പിന്നെ അവനെന്നെ പീറ്റി തോപ്പിച്ചു എന്ന് കാര്യമില്ലാടാ മോനെ. എടാ അവനെന്താ എൻ്റെ ആൾക്കാരാടാ. എൻ്റെ ആൾക്കാരാവും കിടന്ന് കുഴിക്കണ്ട അതിനെ. കിട്ടിയത് വേറെ ഒന്നും കിട്ടി. ബെസ്റ്റ് 4 പേരും കൂടെ ഉള്ള കേസ്. പക്ഷെ ഒമ്മാര് കേസ് ഇങ്ങനെ ചിലവന്മാർ ഇങ്ങനെ കാട്ടി പിടിക്കും, ചിലവന്മാർ ഇങ്ങനെ പൊട്ടി. എൻ്റെ പണ്ടത്തെ കേസ് നമ്മളിങ്ങനെ ഒപ്പിക്കുന്നു.
ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആക്കില്ലാത്തവന്മാർ ചൊറിയുന്നുട്ടോ. ഞാൻ വാരിയേഴ്സിന് എനിക്ക് 3 പേരെ കൂടെ എന്തേ ഉള്ളൂ. ഇതാണ് ഞാനിവിടെ ഇങ്ങനെ സ്റ്റക്കായിരിക്കും. അടുത്ത അറ്റാക്ക് സാധനം ഗ്ലിച്ചാണ് ഗൈസ്. ഗ്ലിച്ച് ഇന്റർനാഷണൽ ഗ്ലിച്ചസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇമ്മാതിരി സാധനമാണ്. എന്തോടത്? എൻ്റെ സോട്ട് ബോക്സ് ആണ് അത് കാണുന്നത് നിങ്ങള്? സോട്ട് ബോക്സ് എന്റെ ആള്. ഞാൻ അവനെ പോയി ചുമ്മാ ചൊറിയുന്നില്ലല്ലോ. ചുമ്മാ പിന്നെ ശല്യോണ്ടിരിക്കട്ടെ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ നമ്മുടെ അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ അടുത്ത ഗെയിമിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗൈസ്.